അള്ളാഹുവിന്റെ മാസം എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തി പറയപ്പെട്ട പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകലും സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച വളരെ പവിത്രമേറിയ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാവും പകലുമൊക്കെയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാവിലും പകലിലുമൊക്കെയായിട്ട് നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട 7 അമലുകളാണ്, നമ്മൾ ചെയ്യേണ്ട 7 അമലുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഈ ദിവസത്തിൽ ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെ രാവ് മുതൽ ഈ ദിവസം അവസാനിക്കുന്ന വെള്ളിയാഴ്ച മഗ്രിബ് വരെയുള്ള സമയങ്ങൾ നമ്മൾ ഹയാത്താക്കണം. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്വലാത്ത് പറയുന്നുണ്ട്, ഇസ്മ പറയുന്നുണ്ട്, കൃത്യമായി കേൾക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. അങ്ങനെ ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് വരേണ്ടത് ചൊവ്വാഴ്ചയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച രാവ് പകൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോൾ ശരിക്ക് വ്യാഴാഴ്ച മഗ്രിബോട് കൂടെയാണ് അതൊക്കെ ആരംഭിക്കുന്നത്. അറബിക് കലണ്ടർ പ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് തലേ ദിവസം മഗ്രിബോട് കൂടെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെയാണ്. അപ്പൊ വെള്ളിയാഴ്ചയുടെ പവിത്രതയൊക്കെ ആ ദിവസത്തിന്റെ തലേനാള് രാത്രി മഗ്രിബോട് കൂടെ ആരംഭിക്കുന്നതുകൊണ്ടാണ് പഴയകാലം മുതലേ വെള്ളിയാഴ്ച മോന്തി, വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച രാത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാമങ്ങളിലും കുഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലുള്ള പള്ളികളിൽ നിന്നൊക്കെ സ്വലാത്തുകളും സിക്ർ ഹൽക്കകളും അതൊക്കെ നമുക്കൊക്കെ കേൾക്കാൻ സാധിക്കും. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ആവേണ്ടത്. പുതിയ കാലത്ത് എന്തോ ചില പ്രത്യേക സാഹചര്യങ്ങളെ കൊണ്ടോ ചില കാലത്തിൻ്റെ കുത്തൊഴുക്ക് കൊണ്ടോ അതൊക്കെ അസ്തമിച്ചു പോയി എന്നുള്ളതാണ്. ഞാനീ പറയുന്നത് ശരിയല്ല. നിങ്ങൾ നോക്കൂ, പഴയ കാലത്ത് നമ്മുടെ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു. വീട്ടിൽ മഗ്രിബായി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മോന്തി, വെള്ളിയാഴ്ച രാവായി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോകുന്നവരാണെങ്കിൽ പള്ളിയിലേക്ക് പോയി തിരിച്ചു വന്ന് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സൂറത്തു യാസീനും സൂറത്തുൽ വാഖിയും സൂറത്തുൽ മുൽക്കും സജദ ഉൾപ്പെടെ ഓതേണ്ട സൂറത്തുകളൊക്കെ ഓതി മൗലിദ് പാരായണം ചെയ്ത് നഫീസത്ത് മാലയും മുഹിയുദ്ദീൻ മാലയൊക്കെ പാരായണം ചെയ്ത് സ്വലാത്തുകളൊക്കെ ചൊല്ലി ഒരു ആത്മീയാന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇന്ന് ആ ആത്മീയാന്തരീക്ഷം നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞ്. ഇന്ന് കൂടുതൽ ആളുകളും മൊബൈൽ ഫോണിലേക്കും ഗാഡ്ജറ്റുകളിലേക്കും അവരുടെ സ്വന്തം കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ സജീവമായിട്ട് ആത്മീയമായിട്ടുള്ള അന്തരീക്ഷവും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോയിട്ടില്ലേ? അതിനനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു, ഐക്യം നഷ്ടപ്പെട്ടു, പരസ്പരം ഐക്യമില്ലാതെ പോർ വിളിച്ചുകൊണ്ട് നടക്കണം. കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം മുമ്പാണ് ഒരു അനുജനോ ജ്യേഷ്ഠനോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു കേസൊക്കെ നമ്മൾ അറിയുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴാണോ, നമ്മുടെ നാട്ടിൽ നിന്ന് എപ്പോഴാണോ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് എപ്പോഴാണോ ഇത്തരം ആത്മീയമായ കാര്യങ്ങൾ അസ്തമിച്ചു പോകുന്നത്, അപ്പോൾ തുടങ്ങും നമ്മുടെ പരാജയം, നമ്മുടെ സമാധാനമില്ലായ്മ, നമ്മുടെ സന്തോഷമില്ലായ്മ. അതുകൊണ്ട് ജീവിതം ആ പഴമയുടെ തനിമയിലേക്ക് തിരിച്ചു പോയാലല്ലാതെ നമുക്ക് ഈ സന്തോഷവും പ്രതാപവും നേടിയെടുക്കാൻ സാധിക്കില്ല. ഇനി അതിനുള്ള സാഹചര്യം നമുക്ക് കൂട്ടമായി ചെയ്യാനില്ലെങ്കിലും വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ ഇത്തരം സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സമയം അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അപ്പോഴാണ് നമുക്കൊക്കെ വിജയം സാധ്യമാകുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവ് മഗ്രിബോട് കൂടെ ആരംഭിക്കുമ്പോൾ ഇപ്പോൾ ഈ വ്യാഴാഴ്ച അസ്റൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതൊക്കെ ശുദ്ധീകരിച്ച് മുറിച്ചു മാറ്റേണ്ടത് മുറിച്ചു മാറ്റിയൊക്കെ നല്ല വൃത്തിയിൽ വെള്ളിയാഴ്ച രാവിനെ സ്വീകരിച്ച് മഗ്രിബോടുകൂടെ ആത്മീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലേക്കും ഇറങ്ങുക. ആദ്യമായിട്ട് പറയാനുള്ളത് ചുരുങ്ങിയത് 1000 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റുമെന്ന് നോക്കുക. 1000 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അത് വലിയ ഗുണങ്ങൾ ലഭിക്കാൻ കാരണമാകുന്നുള്ളതാണ്. 1000 തവണ ഇസ്തിഗ്ഫാർ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലാൻ സാധിച്ചാൽ, അപ്പോൾ ഒന്നതാണ് വെള്ളിയാഴ്ച രാവിലെ 1000 തവണ ഇസ്തിഗ്ഫാർ. അപ്പോൾ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെ ആയിട്ട് അങ്ങ് ചൊല്ലിയാൽ മതി. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? രാവിലും പകലിലും ഒക്കെ ആയിട്ട് ചൊല്ലണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച രാത്രി മഗ്രിബിന് ശേഷം ഒരു 200 ഇസ്തിഗ്ഫാർ, ഒറ്റയടിക്ക് ചെല്ലാൻ പറ്റാത്തവരോട് പറയുന്നത്, ഒരു 200 ഇസ്തിഗ്ഫാർ, പിന്നെ ഇശാഇന് 200, അങ്ങനെ 200 വെച്ച് ചൊല്ലുമ്പോൾ 5 വഖത്തോടു കൂടെ
അത് 1000 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഓതേണ്ട സൂറത്തുകളുണ്ട്. യാസീന്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ. പിന്നെ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് നമ്മൾ ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട സൂറത്തായ സൂറത്തുൽ കഹ്ഫ് പരിഗണിക്കണം. അതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ മനഃപ്പാടമാക്കിയവർക്ക് ഖിയാമത്ത് നാളിൽ വരുന്ന വലിയ വലിയ അപകടങ്ങളെ തൊട്ട്, ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ടൊക്കെ വലിയ കാവൽ ലഭിക്കുന്ന നമ്മെ പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമയുടെ പദം ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് നാളെ മരണപ്പെടുന്ന സമയത്ത് ചൊല്ലി മരിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് തൗഹീദിൻ്റെ പദം വളരെ ആത്മാർത്ഥമായിട്ട് 1000 തവണ ചൊല്ലാൻ പറ്റുമെന്ന് നോക്കുക. ചൊല്ലാൻ സാധിക്കാതെ വരില്ല, എന്തായാലും ചൊല്ലാൻ കഴിയും. ഇനി ഒരു കാര്യം പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ ഒരു ദിവസം ചൊല്ലാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. എന്തുകൊണ്ട് പേടിക്കണം? ഞാൻ അതിൻ്റെ കറക്റ്റ് പോയിന്റ് മനസ്സിലാക്കി തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് തൗഹീദിന്റെ പദം ചൊല്ലാൻ സാധിക്കുന്നില്ലേ, എന്നാൽ നമ്മൾ പേടിക്കണം എന്ന് പറയാൻ കാരണേ, മരണപ്പെടുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ കഴിയില്ല. എന്താ കാരണം എന്നറിയോ? മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന കാലത്ത് ആ പദവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ജീവിതകാലത്ത് ഇപ്പോൾ നമുക്കതുകൊണ്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാനുള്ള ഭാഗ്യം കിട്ടൂല എന്നാണ് അതിൻ്റെ അർത്ഥം. ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് കലിമത്ത് തൗഹീദിന്റെ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്, ആ പദം കൊണ്ട് അള്ളാഹു നമ്മെ മരിപ്പിക്കട്ടെ. നമ്മുടെ റൂഹിന് അള്ളാഹു ആ പദം അവസാനമാക്കി പിടിക്കട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞ ആമീൻ പറയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെയൊക്കെ മൗത്ത് ആഖിബത്ത് നന്നാക്കി തരട്ടെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ചൊല്ല്. അത് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് സ്വലാത്ത്. ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് കേട്ടോ. ഏറ്റവും സവിശേഷമേറിയ സ്വലാത്ത്, ശ്രേഷ്ഠമേറിയത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്തുൽ ഇബ്രാഹിമിയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്വലാത്ത് എന്ന് പറയുന്നത് കേട്ടോ. ആ സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചൊല്ലുക. അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പമുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. സ്വലാത്തുൻ നൂർ, സ്വലാത്തുൽ ഫാത്തിമിയ, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, സ്വലാത്തുൻ നാരിയ, വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്ന സ്വലാത്ത്, സ്വലാത്തുൻ നാരിയ, നാരിയത്ത് സ്വലാത്ത്, എല്ലാ രോഗങ്ങളും ഷിഫയാകാനുള്ള സ്വലാത്ത്, തിബ്ബ് സ്വലാത്ത്, അതേപോലെ തന്നെ എല്ലാ തടസ്സങ്ങളും നീങ്ങിയിട്ട് നമുക്ക് വിജയത്തിൻ്റെ ഫത്ഹിൻ്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടാൻ കാരണമാകുന്ന സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ. ഇതൊക്കെ ചൊല്ല. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷം തവണ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലം. സ്വലാത്തുൽ കമാൽ. ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്തുകളുടെ പേരൊക്കെ ഒന്ന് താഴെ എഴുതി അറിയിക്കൂ. അറിയുന്ന സ്വലാത്തുകളൊക്കെ എഴുതി അറിയിക്കൂ. ആളുകൾ സ്വലാത്തിന്റെ പേരുകൾ പഠിക്കട്ടെ, ചൊല്ലാനുള്ള പ്രചോദനാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ്. അപ്പൊ ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, വിശുദ്ധ ഖുർആൻ, തെഹ്ലീല്, ഇതൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട. പിന്നെ കഴിവിൻ്റെ പരമാവധി ഒരു സ്വതക്ക. ഞാൻ ഈ സ്വതക്ക ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ വലിയ സ്വതക്ക കൊടുക്കണം എന്നല്ല കേട്ടോ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമുക്ക് അള്ളാഹു 100 രൂപയാണ് തന്നെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 5 രൂപയോ 10 രൂപയോ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അത് എനിക്ക് അയക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ, നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുമായി ബന്ധപ്പെട്ട പാവപ്പെട്ട അശരണരായ നിരാലംബരായ ആളുകൾക്ക് സ്വതക്ക വലിയ വലിയ ആഫത്തുകളെ, മുസീബത്തുകളെ നമ്മെ തടയുന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അപകടങ്ങളൊക്കെ വരാനുണ്ടെന്നുണ്ടെങ്കിൽ സ്വതക്ക ചെയ്യലോടുകൂടെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വലിയ കാവലാകുന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ എത്രയാണ് കൊടുത്തത് അത് വേറെ വഴിയിൽ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ദർസിലെ ചെലവിലേക്ക് ഒരു പാവപ്പെട്ട കുടുംബം അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് എല്ലാ മാസവും 5-ാം തീയതിയും 10-ാം തീയതിക്കൊക്കെ ഉള്ളിൽ നമ്മുടെ ദർസിലേക്ക് അയക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരിൽ ഒരു കുടുംബം, വളരെ പാവപ്പെട്ട കുടുംബം, അവരെല്ലാ മാസവും അയക്കും. അവരിപ്പോഴും എനിക്ക് വോയിസ് അയക്കും ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അത് അവരിങ്ങനെ അയക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ബുദ്ധിമുട്ടാകുന്ന സമയത്തൊന്നും നൽകരുത്, പ്രയാസത്തോടുകൂടെ നൽകരുത് എന്നൊക്കെ പറയും. അപ്പോൾ അവർ പക്ഷെ നൽകിയതിൻ്റെ പേരിൽ ഇന്നുവരെ കുറഞ്ഞിട്ടില്ല. അത് അവരുടെ അനുഭവമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ട ആളുകൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ടാകും. അവർക്ക് 5 രൂപ 10 രൂപ കഴിയുന്നൊരു സ്വതക്ക, അത് സ്വതക്കയുടെ അളവനുസരിച്ചല്ല ആഫത്തുകളെ തൊട്ട് തടയുക.
കൊടുത്തോ നമുക്കത് തിരിച്ചു കിട്ടുകയും ചെയ്യും. അത് ആഫത്തുകൾ, മുസീബത്തുകൾ, അപകടങ്ങൾ, രോഗങ്ങൾ തൊട്ടൊക്കെ വലിയ കാവലി നൽകപ്പെടുകയും ചെയ്യും. നമ്മളൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു 500 രൂപ കൊടുത്താൽ വേറൊരു വഴിയിലൂടെ ഒരു 1000 രൂപയോ ഒരു 2000 രൂപയോ ഒക്കെ നമുക്ക് ലഭിക്കും. അത് എൻ്റെ അനുഭവമാണ്. നമ്മുടെ അനുഭവം പറയുകയാണ്, ആർക്കെങ്കിലും പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്വതക്ക പാവപ്പെട്ടവർക്ക് നൽകുക എന്നുള്ളതാണ്. പിന്നെ വെള്ളിയാഴ്ച രാവിൻ്റെ തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കരുത്, ളുഹാ നിസ്കാരം ഒഴിവാക്കരുത്. നല്ല രൂപത്തിൽ ജീവിക്കുക. ഒരാളുടെ ഗീബത്ത് പറയരുത്, ഒരാളുടെ നമീമത്ത് പറയരുത്. നമ്മുടെ ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പുണ്ടാവരുത്. പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ ദർസിൻ്റെ ഒരു ഫാമിലി ഉണ്ട്, ഒരു ഫാമിലി. ആ ഫാമിലി എന്ന് പറഞ്ഞാൽ അവരൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും അവർക്ക് കഴിയുന്ന 313, 101, 1000, 2000 ഒക്കെ നൽകുന്ന ഒരു ഫാമിലിയാണത്. അപ്പോൾ അവർ ഈ മാസത്തൊക്കെ നൽകി. ഇന്നിപ്പോൾ 9-ാം തീയതി 10-ാം തീയതിയൊക്കെ ഉള്ളിൽ ഓരോരുത്തർ നൽകും. അപ്പോൾ നൽകുന്ന സമയത്ത് ഓരോ കുറേ നെയ്യത്തുകൾ മനസ്സിൽ കരുതിയിട്ടുണ്ട്, രോഗങ്ങൾ മാറാൻ, കടങ്ങൾ വീടാനൊക്കെ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യണേ. എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാം ഇവിടെ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.